ചെറുകഥ തീച്ചൂള. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സായം സന്ധ്യാവേള. മറീന ബീച്ചിലെ തിരക്കുഴിഞ്ഞ മൂലയിലെ ഒരു ബെഞ്ചിൽ ചാരിയിരുന്ന് അനന്തമായ ചക്രവാളസീമയിൽ നിന്നും അയാളെ ലക്ഷ്യം വച്ച് പാഞ്ഞുവരുന്ന പാവാടഞ്ഞൊറികൾ പോലെയുള്ള കടലലകളെ നോക്കിയിരിക്കുകയാണ് ബാലു. നാട്ടിൽ കോഴിക്കോട് ബീച്ചിൽ അസ്തമയ സൂര്യനെ നോക്കിയിരുന്ന കാലം ഓർമ്മിച്ചു. പുലർച്ചെ കിഴക്ക് ഭാഗത്തെ മലനിരകളുടെ ഉച്ചിയിൽ നിന്നും ശരീരമാസകലം തീ കൊളുത്തി പുറപ്പെട്ട് അതിവേഗം പശ്ചിമതീരം നോക്കി പാഞ്ഞ് ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും വെളിച്ചവും ഊർജവും പ്രദാനം ചെയ്ത് മേലാസകലം വെന്തരിഞ്ഞ് ഒരു കനൽക്കുണ്ടമായി തീർന്ന് സായങ്കാല വേളയിൽ ചുവന്നു തുടുത്ത് വളരെ വേഗത്തിൽ തണുപ്പിക്കാൻ കടലിലേക്ക് ഊളിയിടുന്നത് നോക്കിയിരുന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങുന്ന ആ ഭാസ്കരൻ തന്നെയല്ലേ ഈ ബാലു എന്നയാൾ ഓർക്കുകയായിരുന്നു. ഒരു കാര്യത്തിലെ വ്യത്യാസം കാണും. ആ ഭാസ്കരൻ്റെ ശരീരമായിരുന്നു തീച്ചൂളയെങ്കിൽ ഈ ബാലുവിൻ്റെ മനസ്സാണ് തീച്ചൂള. മറീന കടൽക്കരയിലെ കാറ്റിനും തൻ്റെ മനസ്സിലെ ചൂട് തണുപ്പിക്കാനാവില്ലെന്നോർത്തു അയാൾ. എന്നാൽ സൂര്യൻ ചെയ്യുന്നത് പോലെ ആഴക്കടലിലേക്ക് എടുത്തു ചാടാനും ധൈര്യമില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം അതിനും ശ്രമിച്ചിട്ടുണ്ട് ബാലു. പരാജയപ്പെട്ടു. ഒരു പ്രാവശ്യം മുക്കുവന്മാരാണ് പരാജയപ്പെടുത്തിയതെങ്കിൽ മറ്റൊരു പ്രാവശ്യം ബീച്ചിൽ കാറ്റുകൊള്ളാൻ വന്ന ചെറുപ്പക്കാരായിരുന്നു പരാജയപ്പെടുത്തിയത്. അവരുടെ കയ്യിൻ്റെ ചൂടുകൂടി ശരീരത്തിന് ഏൽക്കേണ്ടി വന്നു എന്ന് മാത്രം. ഹോട്ടലിലെ ഫർണസുകളുടെ തീജ്വാലകളിൽ നിന്നും ശരീരത്തിനേൽക്കുന്ന ചൂടൊന്നും കിടയല്ല മനസ്സിൻ്റെ ചൂടുമായി തുലനം ചെയ്യുമ്പോൾ എന്ന് വെറുതെ ഓർത്തു. തേനാമ്പേട്ടയിലുള്ള സെക്കൻഡ് സ്ട്രീറ്റിലെ മലബാർ ഹോട്ടലിലെ കുക്കായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഹോട്ടലിൻ്റെ എതിർവശത്തുള്ള ചെറിയ സന്ധിലെ ഒരു ഉരുനില കെട്ടിടത്തിൻ്റെ മുകളറ്റത്ത് ടെറസിനോട് ചേർന്നുള്ള ഒരൊറ്റ മുറിയിൽ കൊതുകടി കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? മലർന്ന് നീണ്ടു നിവർന്ന് കിടന്നാൽ രണ്ട് കാൽപാദങ്ങളും വാതിൽപ്പടിക്ക് പുറത്ത് ടെറസിൽ വിശ്രമിക്കും. അത്ര വലുതാണ് മുറി. മുറിയേക്കാൾ നീളമുണ്ടല്ലോ എൻ്റെ കാലുകൾക്ക് എന്നോർത്ത് അഭിമാനം തോന്നിയിരുന്ന ആദ്യകാലത്ത്. രാത്രി കിടക്കാൻ പേരിന് മാത്രമേ മുറിയിൽ വരേണ്ടൂ. തകരപ്പെട്ടി വയ്ക്കാൻ ഒരു സ്ഥലം അത്രയല്ലേ വേണ്ടൂ എന്നായിരുന്നു ഹോട്ടലുടമ ഖാലിദ് സാഹിബിൻ്റെ അന്നത്തെ നർമ്മത്തോടെയുള്ള ചോദ്യം. അന്നത് ശരിയായിരുന്നു താനും. ഒരു വഴിയുമില്ലാതെ പെരുവഴിയിലാവും എന്ന അവസ്ഥ വന്നപ്പോൾ വേങ്ങേരിയിൽ അയൽവക്കത്തുള്ള വലിയ മാളിക വീട്ടിൽ താമസിക്കുന്ന ഖാലിദ് മുതലാളിയുടെ ഭാര്യ സാറാമ്മയോട് അമ്മ സമർപ്പിച്ച നിവേദനത്തിൻ്റെ ഫലമാണ് ഈ ഹോട്ടൽ ജോലി. താത്താ, നിങ്ങളുടെ മാപ്പിള മദിരാശിയിൽ വലിയ ഹോട്ടലൊക്കെ നടത്തുമല്ലേ, ഒരു വിചാരിച്ച നിൻ്റെ ചെക്കനൊരു ജോലി തരപ്പെടുത്താൻ ഒക്കൂലേ എന്ന അമ്മയുടെ നിവേദനം. അത് ഫലം കണ്ടു. കോഴിക്കോട് തടമ്പാട്ട് താഴം കഴിഞ്ഞ് വേങ്ങേരിക്ക് പോകുന്ന വഴിയിൽ പാതയോരം ചേർന്നുള്ള 4 സെൻറ്റ് സ്ഥലത്തെ ഓടിട്ട കുടിലിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുന്നു ആശാകിരണം. വലിയ പ്രതീക്ഷകളോടെയാണ് മദിരാശി പട്ടണത്തിലെത്തിയത്. ഭാവിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ ആയിത്തീരും എന്നായിരുന്നു പ്രതീക്ഷ. MGR വരെ ഉണ്ടല്ലോ മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ. വണ്ടി കയറാനുള്ള കാശ് പോലും ഉമ്മറത്ത് നിന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന വരുമാനമാർഗമായ കറമ്പിയെ വിറ്റിട്ടാണ് അമ്മ കണ്ടെത്തിയത്. ഇന്നും അതോർക്കുമ്പോൾ നെഞ്ചെരിയുന്നു. കറമ്പിയുടെ പാല് അയൽവക്കത്തൊക്കെ കൊണ്ടുകൊടുത്ത് അതിൻ്റെ വരുമാനം കൊണ്ടുകൂടിയാണ് അന്ന് 4 വയറുകൾ കഴിഞ്ഞിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന വരുമാനം അമ്മ 5-6 വീടുകളിൽ പണിക്ക് പോവുകയായിരുന്നു. ഞാൻ നാട്ടിലെവിടെയെങ്കിലും വിശേഷങ്ങൾക്ക് സന്ധ്യയ്ക്ക് ഇടുപണിക്കായി തോട്ടത്തിൽ ഉണ്ണിനായരുടെ കൂടെ പോകുമായിരുന്നു. അതെന്നുമൊന്നും ഉണ്ടായിരുന്നില്ല താനും. പക്ഷേ അങ്ങനെയാണ്
ഞാൻ വെപ്പുപണി പഠിച്ചത്. ഉണ്ണിനായർ എല്ലാ മതക്കാരുടെയും വിശേഷങ്ങൾക്കുള്ള വിശേഷ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ്. അയാളുടെ കൂടെ പണിക്ക് പോയതുകൊണ്ടുണ്ടായ ഗുണം ഹോട്ടൽ പണിയിൽ എനിക്ക് തുണയായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ 18 മണിക്കൂറും തീയുമായുള്ള സംവാദമാണ്. വന്ന കാലത്ത് ഒരു സെൽവരാജായിരുന്നു മെയിൻ കുക്ക്, ഒരു പരിവർത്തിത ക്രിസ്ത്യൻ, മിടുക്കനായ വെപ്പുകാരനായിരുന്നു. നാട്ടിലെ എൻ്റെ ദഹന പരിചയം അറിയാമായിരുന്നതുകൊണ്ട് ഇവിടെ സെൽവരാജിൻ്റെ സഹായിയായി നിർത്തി ഖാലിദ്ക എന്നെ. സെൽവണ്ണേ, അങ്ങനെയാണ് മുതലാളി പോലും അയാളെ വിളിക്കുന്നത്. നഗരത്തിൽ ഒരു ചെറിയ ഹോട്ടൽ നടത്തി പൊളിഞ്ഞയാളാണത്രേ സെൽവരാജ്. இந்த പയ്യൻ എന്നോട് ഊരിലേന്ത് വരാൻ, ശമയലെല്ലാം തിരിയും, കൂടെ വെച്ചുക്കോ, ഉദവിയായിരിക്കും എന്ന് പറഞ്ഞു മുതലാളി. ആദ്യമൊന്നും അടുപ്പിൻ്റെ അടുത്തേക്ക് എന്നെ കാര്യമായി അടുപ്പിച്ചിരുന്നില്ല ശെൽവണ്ണൻ. മലയാളത്താൻ എന്നുള്ള ഒരു ഭാവമായിരുന്നു, അവജ്ഞ. കുറച്ചുകാലം കൂടെ നിന്നപ്പോൾ ശെൽവണ്ണന് മനസ്സിലായിട്ടുണ്ടാവും എന്നെ കൂടെ കൂട്ടുന്നത് കൊണ്ട് ഗുണമാണെന്ന്. എല്ലാ കാര്യത്തിലും എൻ്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ പ്രധാന ചട്ടുകം എന്നെ ഏൽപ്പിച്ചു തുടങ്ങി. തൂത്തുക്കുടിയാണ് ശെൽവണ്ണൻ്റെ നാട്. ശെൽവണ്ണൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അങ്ങേര് മുതലാളിയോട് പറഞ്ഞു ഭായ്. അങ്ങനെയാണ് പലരും ഖാലിദ്കായെ വിളിക്കുന്നത്. മദിരാശിയിൽ അങ്ങനെയാണത്രേ. അപ്പാ ഇരന്നിട്ടാൽ ഊരിലെ ഹോട്ടൽ പാക്ക ആരുമേ ഇല്ല, അതിനാലെ പോയിത്താൻ ആകണം. മഞ്ഞത്തിടുങ്കോ, വേറെ വഴിയില്ലേ എന്ന് കൂട്ടത്തിൽ മറ്റൊന്നും പറഞ്ഞു. നിങ്ങൾ വേറെ ആരെയും തേട വേണ്ടാം, ബാലു രൊമ്പ കെട്ടിക്കാരൻ, അവൻ പാത്തുക്കുവാൻ എന്ന്. അന്നു മുതൽ പ്രധാന കൊള്ളി ഉന്തൽക്കാരനായി മാറി ഞാൻ. ശരീരം വേവുന്ന വിധത്തിലുള്ള അടുപ്പുകളുമായുള്ള മത്സരം. നീയാണോ ഞാനാണോ, അഹമഹമികാദിയ. 2 പ്രാവശ്യമാണ് ഇക്കാലത്തിനിടയ്ക്ക് നാട്ടിൽ പോയത്. പോവാൻ പറ്റിയത് എന്ന് പറയുന്നതാവും ശരി. ഒന്നെൻ്റെ കല്യാണത്തിനും പിന്നെ അമ്മയുടെ മരണത്തിനും. പെങ്ങന്മാരുടെ കല്യാണത്തിനടക്കം മറ്റെല്ലാത്തിനും എൻ്റെ യാത്രക്കൂലിയും കൂടി ചേർത്ത സംഖ്യ ഉപകരിച്ചിരുന്നു. വന്ന കാലത്ത് 3 രൂപയായിരുന്നു ദിവസശമ്പളം. അത് കുറേശ്ശെയായി വളർന്ന് ഇന്ന് തെറ്റില്ലാത്ത ഒരു സംഖ്യയിലെത്തി നിൽക്കുന്നു എന്ന് മാത്രം. 2 തവണ താമസിക്കുന്ന മുറി മാറി എന്നതൊഴിച്ചാൽ കാര്യമായ പുരോഗതിയൊന്നും എൻ്റെ താമസക്കാര്യത്തിലുണ്ടായിട്ടില്ല. ഇപ്പോഴും രാത്രി മാത്രമല്ലേ കിടക്കാനൊരിടം വേണ്ടൂ. ഞാനും ഈ അടുക്കളയുമായി ഇഴുകിച്ചേർന്നിരിക്കുകയല്ലേ. വീണ്ടും 2 തവണ നാട്ടിൽ പോയി. മൂത്തത് മകൻ, അവൻ ബിടെക്കിന് പഠിക്കുകയാണത്രേ. രണ്ടാമത്തത് മകൾ, അവൾ 10ാം ക്ലാസ്സിലാണത്രേ. വിമല, അതാണ് ഭാര്യ. വിളിക്കുമ്പോൾ പറയും അനിരുദ്ധും ഉഷയും, അതാണ് മകൻ്റെയും മകളുടെയും പേര്, നന്നായി പഠിക്കുമെന്ന്. ഒരിക്കൽ തളി അമ്പലത്തിലെ ഉത്സവകാലത്ത് പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മകളുടെ മുഖം ശരിക്ക് കണ്ടെണ്ണത്. രാത്രി വിമല ഇങ്ങോട്ടും വിളിക്കും. അങ്ങനെ അവിടുത്തെ വിവരങ്ങൾ അറിയും. കൂടുതലും പ്രാരബ്ധങ്ങളും പാഴ്യാരങ്ങളുമാണ് അവൾക്ക് പറയാനുണ്ടാവുക. പുസ്തകം വേണം, ഉടുപ്പുകൾ വേണം, കുട വേണം, അങ്ങനെ ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ടാവും അവളുടെ സംസാരത്തിൽ. ദൂരെ ഇരുന്ന് ചീത്ത പറയുന്നത് എങ്ങനെ, അതുകൊണ്ടെല്ലാം മൂളിക്കേൾക്കും ഞാൻ. വീട്ടുചെലവും വീട് വയ്ക്കാനെടുത്ത ബാങ്ക് കടത്തിൻ്റെ പലിശയും അടച്ചു കഴിഞ്ഞാൽ കാര്യമായൊന്നും മിഞ്ചാനില്ല ശമ്പളത്തിൽ. ആരോട് പറയാൻ? കുടുംബം പോറ്റേണ്ടി വരണമെന്ന് പരാതി കൊടുക്കാനോ കേസ് കൊടുക്കാനോ പറ്റില്ലല്ലോ. എല്ലാം മനസ്സിൽ ഇട്ട് നീറ്റുക തന്നെ. മറ്റൊരു സൂര്യൻ.
എത്രയോ രാത്രികളിൽ മുറിയിൽ മലർന്നു കിടന്ന് വിങ്ങി വിങ്ങി കരഞ്ഞിരിക്കുന്നു. ഒരു ചായ അധികം കുടിക്കില്ല ഞാൻ. ഒരു സിഗരറ്റ് വലിക്കില്ല. കൂട്ടുകാരെല്ലാം അധികം കൂട്ടുകാരൊന്നുമില്ല എനിക്ക്. മിനുങ്ങാൻ പോകുമ്പോഴും ഞാൻ കിച്ചണിൽ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കും. എന്തിന് മദിരാശിയിൽ സിനിമയ്ക്ക് പോവാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ അതും ചെയ്തിട്ടില്ല ഇതുവരെ. 1 രൂപയുണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ച് വീട്ടിലേക്ക് അയക്കാം എന്ന് കരുതും ഞാൻ. 2 കുട്ടികളെ നല്ല നിലയിലെത്തിക്കണ്ടേ? ഇപ്പോൾ ആവശ്യങ്ങളുടെ വിധം തന്നെ മാറിയിരിക്കുന്നു. അവളുടെ മൊബൈൽ ഫോൺ വേണം മകൾക്ക്, ലാപ്ടോപ്പ് വേണം മകന്, അങ്ങനെ എൻ്റെ കൊക്കിൽ ഒതുങ്ങാത്ത കുറേ ആവശ്യങ്ങൾ. നോക്കാം എന്ന് പറയാനേ എനിക്ക് കഴിയൂ. കാമരാജരുടെ പാർക്കലാം എന്ന പോലെ. ജീവിതത്തിൽ ഒരു കാലത്തും അതാത് കാലത്ത് അനുഭവിക്കേണ്ട ഒരു സുഖവും ഒത്തിട്ടില്ല എനിക്ക്. അതറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? സ്വന്തം ഭാര്യ പോലുമില്ല എന്നറിയുന്നിടത്താണ് എൻ്റെ നീറ്റൽ. ചക്കുള്ളി വേലായുധൻ ഇല്ലേ, നമ്മുടെ തടമ്പാട്ട് താഴം സുഷമയുടെ ഭർത്താവ്, ഇന്നലെ തൂങ്ങി മരിച്ചു അത്രേ. പാപം, കുടുംബം നോക്കി ഗതി കെട്ടിട്ടത്രേ. കടത്തിൻ്റെ കാര്യം ആലോചിച്ച് ഒരു എത്തുപിടിയും കിട്ടാത്ത കൊണ്ടത്രേ. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഫോൺ ചെയ്തപ്പോൾ അവൾ പറയുകയാണ്, മറ്റുള്ളവരുടെ ഒക്കെ ദുഃഖത്തിൽ വല്ലാത്ത വേദന അനുഭവിക്കാനൊക്കെ വശമുണ്ടവൾക്ക്. ബാക്കിയുള്ളവൻ്റെ നെഞ്ചരിച്ചിൽ ആരറിയുന്നു? അവന് ഒരു മോട്ടോർ സൈക്കിൾ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസത്രയായി. എന്താ നിങ്ങൾക്ക് അവൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ അവളുടെ ഡിമാൻഡായിരുന്നു അത്. സ്വപ്നത്തിൽ പോലും എനിക്ക് നിറവേറ്റാനാവാത്ത ആവശ്യം. ഇനി കടം വാങ്ങാനൊന്നും കഴിയില്ല വിമലേ. എൻ്റെ കയ്യിലാണെങ്കിൽ നീക്കിയിരിപ്പൊന്നുമില്ല താനും. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക. ആ മറുപടിയൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി അവളുടെ മുന്നിൽ. എൻ്റെ അകത്തെ തീയിൽ നെയ്യൊഴിച്ച് തീച്ചൂളയാക്കുന്നതായിരുന്നു അവളുടെ ഇന്നലത്തെ പ്രകടനം. നിങ്ങൾക്ക് അവൻ്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ടാ. അതിനെങ്ങനെയാ? നിങ്ങൾ കോളേജിലൊന്നും പോയിട്ടില്ലല്ലോ. എന്നാ അറിയാമായിരുന്നു അവൻ്റെ വിഷമം. ഫോണിലൂടെയാണെന്നൊന്നും അവൾ വിചാരിക്കുന്നതായി തോന്നിയില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ, മദിരാശി പട്ടണത്തിൽ സുഖിച്ച് നടക്കുമ്പോൾ എങ്ങനെയാ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കുട്ടികളും ഞാനുമൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പറഞ്ഞാൽ മനസ്സിലാവുക? അടുപ്പിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ വിറക് വെച്ച് കത്തിച്ച മാതിരി, പോരാത്തതിന് കൂടുതൽ കത്താൻ മണ്ണെണ്ണ തീനാമ്പിലേക്ക് ഒഴിച്ച മാതിരി. അണ്ണേ, എന്നെണ്ണേ കനാ കാണ്ടറേളാ എന്ന് ഒന്ന് മെരുങ്ങാൻ പോയി തിരിച്ചു വന്ന മാരിമുത്തു. എൻ്റെ കൂടെ പണിയെടുക്കുന്നവനാണവൻ. ചോദിച്ച് പിടിച്ചു കുലുക്കിയപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. സൂര്യൻ എപ്പോഴോ കടലിൽ മുങ്ങിയിരിക്കുന്നു. ഞാനിരിക്കുന്ന ഭാഗമൊഴിച്ച് ബീച്ചിൻ്റെ എല്ലാ ഭാഗവും നിയോൺ ബൾബുകളുടെ വെളിച്ചത്തിൽ ആറാടുന്നു. ഞാൻ മുത്തുവിൻ്റെ കൈപിടിച്ച് ആ മണൽത്തരികളിലൂടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ശുഭം.